ഇന്ന് പിള്ളേർക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ് രാവിലെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമെന്ന് ഓർത്ത് പെട്ടെന്ന് 2 മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തടിച്ച് കേക്ക് ഉണ്ടാക്കാൻ പോവുക. അറിയത്തില്ല, ആദ്യമായിട്ട് ചെയ്യുവാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് 2 ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ബ്രെഡ് എടുത്തിട്ട് പിന്നെ റവയാണ് ഇരിക്കുന്നത്. റവ മൈദയൊന്നുമില്ല, റവ 1 കപ്പിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇനി പഞ്ചസാര മധുരത്തിനുള്ളത് ഇട്ടിട്ട് പിന്നെ ജാതിക്കയുടെ കായാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ പകുതിയാണ് ഇട്ടിരിക്കുന്നത്. ജാതിക്കയുടെ ഫ്ലേവർ, വാനില എക്സൻസ് ഒന്നുമില്ല. അപ്പം ഫ്ലേവറിന് വേണ്ടി ജാതിക്കയുടെ ഉരുവിട്ട് 2 കഷ്ണം ഏലക്ക ഇടാമെന്ന് വിചാരിച്ചു. 2 കഷ്ണം ഏലക്ക ഇട്ട് പിന്നെ അത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി ഇച്ചിരി 1/2 ഗ്ലാസ് പഞ്ചസാരയുടെ അളവിന് ഒഴിച്ച് ഒന്നും കൂടെ നല്ലപോലെ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. ഒന്നും കൂടെ നല്ലപോലെ മിക്സിക്കകത്തിട്ട് അടിക്കാൻ പോവാം. അടിച്ചെടുത്തിട്ട് ഇച്ചിരി ബൂസ്റ്റും കൂടെ ഇടണം. ബൂസ്റ്റും കൂടെ ഇട്ട് നല്ലപോലെ ഹോർലിക്സാണ്, ബൂസ്റ്റല്ല, ഹോർലിക്സ് ഇട്ട് അടിച്ചെടുക്കാൻ പോവാം. 2 സ്പൂണിട്ട്. ഉപ്പ് ഞാനിട്ടില്ല. ഹോർലിക്സിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. മിക്സിയൊക്കെ പോയതാണ്. അടിച്ചെടുത്ത് പിന്നെ പ്ലേറ്റിൻ്റെ അകത്ത് എണ്ണ തൂത്ത് വെച്ച് അതിൻ്റെ അകത്തോട്ട് ഈ മുട്ട ഒഴിച്ച് അടിച്ച് വെച്ചേക്കുന്ന മുട്ട, ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചാണ് ചെയ്തത്. അപ്പോൾ അത്ര ഇതായിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയും ഒപ്പിക്കാമെന്ന് വിചാരിച്ച് പിള്ളേർക്ക് രാവിലെ കൊടുത്തു വിടുകയും ചെയ്യണമല്ലോ. അപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. പിന്നെ പൊടിച്ചു വിട്ടിച്ച സാധനം ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കുക. എല്ലാം കൂടെ മിക്സാക്കി ഇതിപ്പം നല്ലപോലെ ഒരു നമുക്ക് ഒറോട്ടിക്കൊക്കെ കുഴക്കത്തില്ലേ, അടയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ഞാൻ കുഴച്ചെടുക്കാൻ പോവാം. നല്ലപോലെ കുഴച്ചെടുക്കാൻ കൈയിട്ട് തന്നെ എടുക്കുന്നത്. ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈയിട്ടാകുമ്പോൾ നല്ലപോലെ ആകുമെന്ന് വിചാരിച്ച് നല്ലപോലെ അങ്ങ് ആദ്യമേ സ്പൂണിട്ട് ഇളക്കിയിട്ടൊന്ന് കുഞ്ഞാണ് ഇതിൻ്റെ അടുത്ത് ഞാൻ കൈയിട്ടങ്ങ് ഇളക്കി വെക്കാൻ പോകും. ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പരീക്ഷണം വിജയിക്കുമോ എന്നറിയത്തില്ല. അല്ല, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാ, പിന്നെ ഉണ്ടാക്കി നോക്കിയതാ. ഒരു പ്രാവശ്യം ഇന്നലെ വൈകിട്ടൊന്നും ഉണ്ടാക്കി നോക്കി, അത് ശരിയായി. അതുകൊണ്ടാണ്. പക്ഷെ അതുണ്ടാക്കിയത് പോലല്ല ഇത്. അതാകുമ്പം റവ തന്നെ അപ്പോഴും ഉണ്ടാക്കി പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി. അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പിള്ളേർ ഈ പ്രാവശ്യം കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്നാലിത് ശരിയാകുമെന്ന്. ഇന്നലെ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ, 1 മുട്ടയ്ക്കുള്ളതേ ഉണ്ടാക്കിയുള്ളൂ. ഇത് ഇച്ചിരിയും കൂടെ ഏറെ എടുത്തത് കൊണ്ട് എങ്ങനെ അത് ശരിയാകുമെന്ന് അറിയത്തില്ല. എന്നാലും ഒന്ന് വെച്ച് നോക്കാം. ഇളക്കിയിട്ട് നികത്തി വെച്ച് ഇങ്ങനെ ഈ ഒരു പരുവത്തിലായിട്ട് നിരത്തി വെച്ച് ഇതെല്ലാം കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അതെല്ലാം എടുത്ത് നികത്തി ഞാൻ വെച്ചിട്ട് അപ്പച്ചെമ്പിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെള്ളം ഇച്ചിരിയേ ഒഴിച്ചുള്ളൂ. ഇത് ആവി കയറുന്നു. എന്നിട്ട് അപ്പച്ചെമ്പിൻ്റെ തട്ടും വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ പ്ലേറ്റ് ഇറക്കി വെച്ച് അടച്ച് വെച്ച് ആവി കയറ്റാൻ പോകണം. അത് 10-15 മിനിറ്റ് മതി. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വേകുന്ന ഒരു സമയം. 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കിയപ്പം ശരിയായി. നല്ല ഇതായിട്ട്